ഈ ധവളപത്രം ഉമ്മാക്കിയല്ല, നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന കണ്ണാടിയാണ്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ കേരളം ഒന്നാകെ വി.ഡി. സതീശന്റെ കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം സാധാരണ മലയാളികളുടെ ഇടയിൽ സിനിമാ താരങ്ങൾക്കും മറ്റുമാണ് മൂല്യം കൂടുതൽ. എന്നാൽ മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം പിന്നെ എല്ലാ ദിവസങ്ങളിലും ജനങ്ങൾക്ക് വൈറലാക്കുവാൻ വേണ്ടി നമ്മളുടെ മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ ഓരോ പഞ്ച് ഡയലോഗുകളും എന്നും കേരളത്തിലെങ്ങും അലയടിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നലെ നിയമസഭയിലെ ഒരു പഞ്ച് ഡയലോഗിൻ്റെ ഒരു ദൃശ്യമാണ് നിങ്ങൾ തുടക്കത്തിൽ കണ്ടത്. അപ്പോൾ അതിലേക്കുള്ള കാര്യത്തിലേക്ക് നമുക്ക് വരാം. കഴിഞ്ഞ ദിവസം വി.ഡി. സതീശൻ മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. കഴിഞ്ഞ സർക്കാരിൻ്റെ കടബാധ്യതകളെക്കുറിച്ചും ഈ സർക്കാർ അത് എങ്ങനെ നികത്തുമെന്നതിനെക്കുറിച്ചുള്ള ഒരു ധവളപത്രം പുറത്തിറക്കുന്നുണ്ട്. ഇന്നലെ അത് നിയമസഭയിൽ അവതരിപ്പിക്കുകയും ചെയ്തു. എന്നാൽ ധവളപത്രം ഇറക്കുന്നു എന്ന് കേട്ടത് മുതൽ പ്രതിപക്ഷാംഗങ്ങൾ മുഴുവൻ അതിനെതിരെ ശക്തിയുക്തം എതിർക്കുകയും അതിനെ കളിയാക്കി സംസാരിക്കുന്നതും ഒക്കെ സോഷ്യൽ മീഡിയയിലും മറ്റും നമുക്ക് കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഭാഗമായി മിനിഞ്ഞാന്ന് നിയമസഭയിൽ പിണറായി വിജയന്റെ ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു. അതുകൂടി നമുക്കൊന്ന് കേൾക്കാം. ആ ധവളപത്രം എന്ന ഉമ്മാക്കി കാണിച്ച് ഞങ്ങളുടെ വായടപ്പിക്കാൻ ശ്രമിക്കരുത് എന്നാണ് മുഖ്യമന്ത്രിയോട് പറയാനുള്ളത്. അതായത് ധവളപത്രം എന്ന ഉമ്മാക്കി കാട്ടി താങ്കളെ ഒന്നും പേടിപ്പിക്കേണ്ടായെന്നും അതൊക്കെ കയ്യിൽ വെച്ചാൽ മതി എന്നുള്ള ധാർഷ്ട്യത്തോടു കൂടിയുള്ള പിണറായിയുടെ സംസാരമായിരുന്നു മിനിഞ്ഞാന്ന് നടന്നത്. എന്നാൽ അതിനുള്ള മറുപടിയും കൂടി ചേർത്ത് ഇന്നലെ നിയമസഭയിൽ സതീശൻ കത്തിക്കയറുകയായിരുന്നു. കാരണം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇന്നലെ സംസാരിച്ചപ്പോൾ ഒരു കാര്യമില്ലാതെ പറഞ്ഞു, ധവളപത്രം എന്ന് പറയുന്ന ഉമ്മാക്കി കാണിച്ച് ഭയപ്പെടുത്തേണ്ടതാണ്. സാർ, ഞാൻ അങ്ങയോട് വളരെ വിനയത്തോടു കൂടി പറയുന്നു, സാർ, ഈ ധവളപത്രം ഉമ്മാക്കിയല്ല. ധവളപത്ര അവതരണത്തിനോട് എതിർപ്പ് പ്രകടിപ്പിച്ച CPM നേതാക്കളെ മുഴുവൻ അടിച്ചിരുത്തിക്കൊണ്ട് അതിന്റെ എല്ലാ ഡീറ്റെയിൽസും പൊതുജനങ്ങൾക്കിടയിലേക്ക് സതീശൻ വളരെ സിമ്പിളായിട്ട് സാധാരണ ജനങ്ങൾക്കും മനസ്സിലാകുന്ന രീതിയിൽ വിശദീകരിച്ചുകൊണ്ടായിരുന്നു സംസാരിച്ചിരുന്നത്. അപ്പോൾ സതീശന്റെ ആ വാക്കുകളുടെ കുറച്ചു ഭാഗം നമുക്കൊന്ന് കേൾക്കാം. സാർ, ഞാൻ അങ്ങയോട് വളരെ വിനയത്തോടു കൂടി പറയുന്നു, സാർ, ഈ ധവളപത്രം ഉമ്മാക്കിയല്ല, നിങ്ങളുടെ മുമ്പിൽ വച്ചിരിക്കുന്ന കണ്ണാടിയാണ്. 10 കൊല്ലക്കാലത്തെ സാമ്പത്തിക മിസ്മാനേജ്മെന്റിന്റെ കണ്ണാടിയാണ്. അത് ഉമ്മാക്കിയല്ല. ഞങ്ങൾ ആരെയും ഉമ്മാക്കി കാണിച്ച് ഭയപ്പെടുത്തില്ല. കണ്ണാടിയാണ്. ആ കണ്ണാടിയിലേക്കൊന്ന് നോക്കണം സാർ, എന്നിട്ട് പുറകിലേക്കൊന്ന് സഞ്ചരിക്കണം. ഈ ഡയലോഗുകൾ പഞ്ച് ഡയലോഗാണെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. കാരണം അത്ര പഞ്ചോടുകൂടിയാണ് നിയമസഭയിൽ സതീശൻ ഇത് അവതരിപ്പിച്ചിരുന്നത്. കഴിഞ്ഞ പ്രതിപക്ഷ സർക്കാർ ആയിരുന്ന കാലത്ത് ഈ ഡയലോഗുകളിലൂടെ സതീശൻ ശ്രദ്ധേയനായിരുന്നുവെങ്കിലും നമ്മൾ ഇതിനെക്കുറിച്ചൊന്നും കൂടുതൽ ശ്രദ്ധിക്കാറില്ലായിരുന്നു എന്നുള്ളത് വേറൊരു കാര്യം. എന്നാൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി സാധാരണക്കാരനും രാഷ്ട്രീയമില്ലാത്തവനും ഒക്കെ സതീശന്റെ ഈ പഞ്ച് ഡയലോഗുകൾ കേൾക്കാൻ വേണ്ടി നിയമസഭാ സമ്മേളനം കാണുന്ന ഒരു സ്ഥിതിവിശേഷം വരെ നമുക്കിടയിൽ രൂപപ്പെട്ടു കഴിഞ്ഞു. മുഖ്യമന്ത്രി ഇന്ന് അവതരിപ്പിച്ച ഈ ധവളപത്രത്തിന്റെ ഉള്ളടക്കം കഴിഞ്ഞ ഗവൺമെന്റ് സമ്പാദിച്ചു കൂട്ടിയ കടബാധ്യതയുടെ കണക്കവതരണവും അത് സാധാരണക്കാരിലേക്ക് എത്തിക്കുന്നതും അതിനകത്തെ വിശദ വിവരങ്ങളും എല്ലാം വിശദമായി തന്നെ നാട്ടുകാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ തന്നെ പറഞ്ഞ് ഫലിപ്പിക്കുന്നുണ്ട്. അതായത് കഴിഞ്ഞ 10 വർഷം ഭരണം നടത്തി അതിനകത്തുണ്ടായ സാമ്പത്തിക ക്രമക്കേടുകളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളുടെയും ഒക്കെ ഒരു കണ്ണാടിയാണ് ഈ ധവളപത്രം എന്നാണ് സതീശൻ പറഞ്ഞു വരുന്നത്. സതീശൻ അതിനുള്ള ഉദാഹരണവും വ്യക്തമായിട്ട് തന്നെ നിയമസഭയിൽ പറയുന്നുണ്ടായിരുന്നു. ഒരു ബജറ്റ് അവതരിപ്പിച്ചു. ആ ബജറ്റിൽ ഇതൊരു ഭയങ്കര ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ് വരുന്നത്. ആ ബജറ്റ് 35,000 കോടി രൂപയുടെ പ്ലാനാണ്. 35,000 കോടി രൂപയുടെ പ്ലാൻ പദ്ധതിയാണ്. സാർ, ഈ ഗവൺമെന്റ് ഈ അധികാരം ഞങ്ങളിലേക്ക് വന്നപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ കഴിഞ്ഞ ബജറ്റിലെ 35,000 കോടി രൂപയുടെ പ്ലാനിൽ 20,000 കോടി ഇല്ല. കാരണം എന്താ? ആ പ്ലാൻ തയ്യാറാക്കിയത് നിങ്ങൾ അറിയണം, എല്ലാ MLA-മാരും അറിയണം. ഒരു ഗവൺമെന്റും അഭിമുഖീകരിക്കാത്ത ഏറ്റവും ഗുരുതരമായ ഒരു പ്രശ്നമാണ് ഞങ്ങൾ ഫേസ് ചെയ്യുന്നത്. അതായത് കഴിഞ്ഞ സർക്കാർ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് എങ്ങനെയെന്ന് വി.ഡി. സതീശൻ വിശദമാക്കിക്കൊണ്ടാണ് നിയമസഭയിൽ ഇന്നലെ
തകർത്താടിയത്. കാരണം ഇല്ലാത്ത പൈസ ബഡ്ജറ്റിൽ കൊള്ളിച്ച് അത് കിട്ടുമെന്ന് കരുതി ബഡ്ജറ്റ് അവതരിപ്പിച്ച ധനകാര്യമന്ത്രി ഇപ്പോൾ അവിടെ ഇല്ലെന്നും താങ്കളാണ് ഭരണത്തിലുള്ളതെന്നും താങ്കളെ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നവും ഈ സാമ്പത്തിക ഇടപാടാണെന്നും മുഖ്യമന്ത്രി വിശദീകരിക്കുകയാണ്. അതായത് കഴിഞ്ഞ പിണറായിയുടെ സർക്കാരിന്റെ കാലത്ത് അവതരിപ്പിച്ച ബഡ്ജറ്റിൽ കാണിച്ചിരിക്കുന്ന 35,000 കോടി രൂപയുടെ ബഡ്ജറ്റിൽ ഇപ്പോൾ നിലവിൽ നോക്കുമ്പോൾ 20,000 കോടി രൂപ കാണാനില്ലെന്നും അതെവിടെ പോയി എന്ന് പരിശോധിച്ചപ്പോഴാണ് മനസ്സിലായത്. കേന്ദ്രം കൊടുക്കുന്ന 16ാം ധനകാര്യ കമ്മീഷന്റെ തുക കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് ഈ ബഡ്ജറ്റിൽ ആഡ് ചെയ്താണ് 35 കോടി ഉണ്ടാക്കിയതെന്നുമാണ് സതീശൻ പറയുന്നത്. 16ാം ധനകാര്യ കമ്മീഷൻ വരുമ്പോൾ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് 14,137 കോടി രൂപ ഈ ഫസ്റ്റ് ഇയറിൽ ലഭിച്ചു. അതാണ് അദ്ദേഹത്തിന്റെ കണക്ക്. 16ാം ധനകാര്യ കമ്മീഷൻ തീരുമാനിച്ചു റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് നിർത്തി. അതായത് കിട്ടാൻ പോകുന്നൊരു തുക ബഡ്ജറ്റിൽ കൊള്ളിച്ചിട്ട് അത് ഞങ്ങളുടെ ബഡ്ജറ്റ് അവതരണത്തിന്റെ മേന്മയാണെന്ന് പറയുന്ന ഈ പ്രതിപക്ഷം സർ അത് കിട്ടുമെന്ന് കരുതി പ്ലാൻ ആരെങ്കിലും തയ്യാറാവും? പ്ലാൻ അത് കിട്ടിയേക്കും. അത് എന്ത് കണക്കാണ്? 14,137 കോടി അത് കിട്ടിയേക്കും. അതായത് 16ാം ധനകാര്യ കമ്മീഷൻ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് പ്രഖ്യാപിക്കുമ്പോൾ ഒരു 14,137 കോടി നമുക്ക് കിട്ടും ഫസ്റ്റ് ഇയർ. അതില്ല, പോയി. പ്ലാനിൽ നിന്ന് 14,137 കോടി രൂപ പോയി. കഴിഞ്ഞ മന്ത്രിസഭയുടെ കള്ളക്കളി വി.ഡി. സതീശൻ ജനങ്ങളുടെ മുന്നിൽ വിശദമായി അവതരിപ്പിക്കുകയാണ്. തന്നെയുമല്ല, ഇപ്പോൾ ഖജനാവിൽ 6,000 കോടി ബാക്കിയുണ്ട് എന്ന് പറയുന്ന ധനകാര്യമന്ത്രിയും മുൻ മുഖ്യമന്ത്രിയും സാധാരണ ജനങ്ങളെ സോഷ്യൽ മീഡിയയിൽ കൂടിയും മറ്റു മാധ്യമങ്ങളിൽ കൂടിയല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ തെറ്റിദ്ധരിപ്പിച്ചതിനെയും സതീശൻ തുറന്നു കാട്ടുന്നുണ്ട്. അതായത് 6,000 കോടി ബാക്കിയുണ്ടെന്ന് പറഞ്ഞ പൈസ എവിടെ എന്ന് ചോദിക്കുന്ന സതീശൻ ഇവർ കണക്ക് കൂട്ടിയത് എങ്ങനെയാണെന്നുള്ള രീതിയിലും ജനങ്ങളിലേക്ക് സിമ്പിളായ ഉദാഹരണ സഹിതം പുറത്തെത്തിക്കുകയാണ്. മുഖ്യമന്ത്രി പറയുന്ന കണക്കിന് 6,000 കോടിയുടെ കണക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരിൽ മനസ്സിലാകുന്ന രീതിയിൽ ശമ്പളം കിട്ടിയ ഒരു ഉദ്യോഗസ്ഥൻ കിട്ടിയ കാശുമായി വീട്ടിൽ വന്ന് തൻ്റെ കഴിഞ്ഞ മാസത്തെ ഒരു ചെലവഴിക്കാതെ, അതായത് പലചരക്കടയിൽ കൊടുക്കാനുള്ള കാശും കൊടുക്കാതെ, മീൻ മേടിച്ച അവന് കൊടുക്കാനുള്ള കാശും കൊടുക്കാതെ, പച്ചക്കറിക്കാരൻ്റെ കാശും കൊടുക്കാതെ മുഴുവൻ വന്നിട്ട് സ്വന്തം ഭാര്യയുടെ അടുക്ക പറയാണ് ഇത് മുഴുവൻ എൻ്റെ കാശാണ്, ഇത് മുഴുവൻ നമ്മുടെ ബാലൻസ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്ന സമയം തന്നെ വീടിന് പുറത്ത് പറ്റുപടിക്കാരെല്ലാം വെളിയിൽ നിൽക്കുകയാണ് കാശിന്. ഇവർക്കൊന്നും കാശ് കൊടുക്കാതിരിക്കുന്ന അതേ മനുഷ്യന്റെ അവസ്ഥയാണ് നമ്മളുടെ മുൻ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നതെന്നാണ് സതീശൻ പറയുന്നത്. കാരണം 6,000 കോടി ബാലൻസ് ഇരിപ്പുണ്ടെന്ന് പറയുമ്പോൾ ഇവിടെ പെൻഷൻ തുകയും പിന്നോക്ക സമുദായത്തിന്റെ കുട്ടികൾക്കുള്ള പഠിത്തത്തിനുള്ള കാശും സപ്ലൈകോയ്ക്ക് കൊടുക്കാനുള്ള 2,000 കോടി ഉൾപ്പെടെ ഒന്നും കൊടുക്കാതെ എല്ലാം ബാലൻസ് വെച്ചിട്ടാണ് ഇവിടെ 6,000 കോടി ഉണ്ട് എന്ന് പറയുന്ന ഇപ്പോഴത്തെ പ്രതിപക്ഷത്തിന്റെ കള്ളത്തരം മുഴുവൻ വി.ഡി. സതീശൻ ഇന്നലെ നിയമസഭയിൽ പൊളിച്ചെടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഏതായാലും വരും ദിവസങ്ങളിൽ സതീശന്റെ ആരാധകർ കൂടിക്കൂടി വരുമെന്ന് ഉറപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ഇനിയും നമ്മുടെ മുഖ്യമന്ത്രിയുടെ തഗ്ഗ ഡയലോഗുകളുമായി വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്കെല്ലാവർക്കും ഗുഡ് ബൈ.